പൊളിക്കാനും പൊളിച്ചാലും GX ഗെയിമർ ഹാഷ്ടാഗിൻ്റെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും അപ്പോൾ നമ്മൾ എന്തായാലും വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, കാർ സിമുലേറ്റർ 2 ആയിട്ടാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ചാലഞ്ച് ഇട്ടായിരുന്നു. അതായത് അതായത് ഞാനാണെങ്കിൽ 1,12,000 രൂപയ്ക്ക് ഒരു വണ്ടി കൊടുക്കുമെന്ന് പറഞ്ഞൊരു ചാലഞ്ച് ഇട്ടേ. ചാലഞ്ചല്ല, അങ്ങനെ ചുമ്മാ ഇട്ടു. പക്ഷേ ആക്ച്വലി ആണെങ്കിൽ എനിക്ക് സമ്മനാണെന്ന് മനസ്സിലാക്കിയില്ല. അപ്പോൾ നമ്മൾ നേരത്തെ വണ്ടി കയറി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും വണ്ടി എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ മിഷൻ ചെയ്ത് 1,00,000 ഇവിടെ തന്നെ കിടപ്പുണ്ട് മിഷൻ. മിഷൻ്റെ പേര് ആക്സിഡൻറ്റ്. 8,000 രൂപയാണ്. 8,000 സാരമില്ല, നമുക്ക് അഫോർഡബിൾ ആണ്. അഫോർഡബിൾ അല്ല, നമുക്ക് പറ്റും. എന്തെങ്കിലുമൊക്കെ പണി ചെയ്യണ്ടേ. ഓക്കെ, നമുക്ക് എന്തായാലും ലൊക്കേഷൻ അവിടെയാ. ഈ വണ്ടിക്കാണെങ്കിൽ ഭയങ്കര സ്പീഡ്. ഈ വണ്ടി ഇല്ല നമുക്ക് ആണ് ഈ ക്രൈം സീനിലൊരു വണ്ടി ഇടിച്ച് പൊട്ടിച്ച്. ഗൈസ് എന്തായാലും നമുക്ക് അങ്ങ് ഇവിടെ വെച്ചങ്ങ് ഗൈസ്. എന്നാ ശരി ഗൈസ്, നമുക്ക് വേറെ വീഡിയോയിൽ വരാം. എല്ലാവർക്കും വേറെ ദിവസത്തിൽ കാണാം. അപ്പം ഞാനിവിടെ വെച്ച വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഗൈസ് കേരള വഴി. അപ്പം ഇതാണ് സസ്പെക്റ്റിൻ്റെ വണ്ടിയാണ് അവിടെ കിടക്കുന്നത്. കേരള വഴി വണ്ടി വെയിറ്റ് ചെയ്യാൻ എനിക്ക് ടൈമില്ല. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോ. എന്താടാ കല്ലിൻ്റെ പവറാ. ഓക്കെ, നമുക്ക് സൈഡ് എടുത്ത് നോക്കാം. 1 മിനിറ്റ് ഉള്ളാതെ 1 മിനിറ്റ് കൊണ്ട് പോലീസ് സ്റ്റേഷൻ വരെ കവർ ചെയ്യണം. വല്ലാത്ത ജാതി. ഇനി 6 കിലോമീറ്ററോ ഈ 1 മിനിറ്റ് കൊണ്ട്. നമ്മൾ പോലീസ് സാരമില്ല, നമ്മൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ഒരു റെഡ് ലൈറ്റ് കഴിഞ്ഞാൽ പോയി. പോലീസ് സ്റ്റേഷൻ വണ്ടി അത് ചെറുതായി. നമ്മളെന്തായാലും പെട്ടെന്ന് തന്നെ എത്തിയിട്ട് നമ്മളെന്തായാലും പെട്ടെന്ന് തന്നെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് 6. നമുക്കിത് വേണ്ടെന്ന് വെച്ചാൽ ഇത് മാഫിയ അങ്ങാണ്ട. മാഫിയ ലോട്ടോ മാർക്കറ്റാണ്. എന്തായാലും നമുക്ക് വേറെ എന്തെങ്കിലും പണി ചെയ്യാൻ നോക്കാം. ആക്ച്വലി ഒറ്റൊരു കാര്യം പറയാനുള്ളൂ. പോലീസ് ഇവിടെ ഉണ്ട്. ചിലപ്പോൾ ഒന്നും പൊക്കാൻ സാധ്യതയുണ്ട്. എൻ്റെ വണ്ടി നിങ്ങൾക്ക് കാണാം. അതായത് വണ്ടി കണ്ടോ, ഞാൻ കാണിച്ചു തരാം. എൻ്റെ വണ്ടി ഫുള്ള് കണ്ടോ, നിങ്ങൾക്ക് കാണാം. കണ്ടോ വണ്ടി ഫുള്ള്. ഇത് ഈ ക്യാമറ നമ്മുടെ കേട്ടോ വണ്ടി ഫുള്ള് കസ്റ്റമൈസ്ഡാ. അപ്പോൾ എൻ്റെ ഇതെന്ന് വെച്ചാൽ ഇതങ്ങനെ ബാക്ക് അടിക്കുന്നേ. അയ്യോ, അത് പൊക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് മുങ്ങാം. ഫസ്റ്റ് നമുക്ക് ഇവിടെ പോയിട്ട് മാഫിയൻ്റെ അങ്ങോട്ട് പോവാം. മാഫിയൻ്റെ അങ്ങോട്ടാണ് നമ്മളിപ്പം ലൊക്കേഷൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ മാഫിയനോട്ട് പോവാം. വലിയ വഴി ഇങ്ങോട്ട് സാധനം ഒടിച്ചു കളഞ്ഞ്. നിങ്ങൾക്കൊന്ന് പോകണ്ടാണോ പട്ടികളെ? എന്നെ പോലീസിൻ്റെ കയ്യിൽ കൊടുക്കാനായിട്ട്. അല്ലാതെ ഞാൻ മറന്നുപോയി. ഞാൻ ഈ വളവെടുക്കുന്നുണ്ട്. ഞാൻ വല്ലാത്തൊരു വളവായിപ്പോയി. അത് സത്യം. ഓക്കെ, വണ്ടി ഫുള്ള് അപ്ഗ്രേഡ് ചെയ്യണം. ഫസ്റ്റ് മാഫിയ, അത് കഴിഞ്ഞ് മതി. ഇവിടെ മാഫിയ എത്രയാ വണ്ടി ഇടിച്ച് പൊട്ടിക്കല്ലേ. ഓക്കെ ട്രങ്ക് നമ്മുടെ ഫുള്ളാണ്. ചിലപ്പോൾ നമുക്ക് ഓട്ടോ ഷോപ്പിലോട്ട് കയറണമാണ്. ട്രങ്ക് ഫുള്ളാണ്. മറ്റേ നമ്മൾ താഴെ കൊണ്ട് വീഡിയോ സെറ്റ് വെച്ചിരിക്കുന്നത്.
ചെയ്യണം. എന്നിട്ട് സ്പീഡ് ഒന്ന് കൂട്ടണം. ആക്ച്വലി അത് ചെറിയ ഓക്കെ സൗണ്ടിൻ്റെ ഇത് ഇവിടെ സൗണ്ടിൻ്റെ ഇത് ഈ പോകുന്ന വഴിക്ക് ഇവിടെ എത്തിയിട്ട് 4 വഴി കയറിയിട്ട് 4 വഴി ഉണ്ടല്ലോ ആ വഴി ഈ വഴി ഗെയിം ഞാൻ കളിച്ചോണ്ടിരുന്നപ്പോൾ എൻ്റെ മൈക്കിന് ചെറുതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സാധാരണ സ്വാഭാവികമാണ്. ഇപ്പോഴും ഒന്ന് ഓഫായിപ്പോയി. എടുത്തെടുക്കും. അയ്യോ നമ്മള് പോകേണ്ട സ്ഥലത്തല്ലേ നമ്മൾ പോകുന്നത്. തിരിച്ച വണ്ടി പിടിച്ച നമുക്ക് പോകേണ്ട സ്ഥലത്തല്ലേ നമ്മൾ പോകുന്നത്. നമ്മൾ വേറെ ഏതാണ്ട് സ്ഥലം പഠിച്ച് പോവാ. എനിക്ക് 200 അത് അപ്ഗ്രേഡ് ചെയ്യണം വണ്ടി. ആകെ വണ്ടി അത് 198 സ്പീഡിന് അപ്പം 200. എന്തായാലും നമ്മൾ ട്രങ്ക് ചെയ്ത സാധനം എടുത്ത് മാറ്റി തരണം. ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല, നല്ല സുഖമുണ്ട് വണ്ടി ഓടിക്കാൻ. അത് വെക്കാം, നമുക്ക് പതുക്കെ വെക്കാനുണ്ടെങ്കിൽ നമുക്ക് ആദ്യം 1,12,000 രൂപ വെക്കണം. 1,12,000 അല്ല, നമുക്കൊരു 2 ലക്ഷമെങ്കിലും ആക്കണം. ഇടിച്ച പോലെ ഞാൻ 15,000 രൂപേൻ്റെ ഞാൻ പണി ഞാൻ ഈ ഗെയിമേ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. അതായത് നമ്മളിവിടെ ഒരു ഡോജ് മസ്താങ്ക് കിടപ്പുണ്ട്. പക്ഷെ അത് തന്നെ ലൈറ്റ് ഇടാം. ഇവിടെ ഒരു മസ്താങ്ക് കിടക്കണുണ്ടോ? ആ മസ്താങ്കിൻ്റെ ഇതെടുത്ത് മാറ്റാറ് നമുക്ക് വീലെടുക്കണം. അത് നമ്മുടെ ട്രങ്ക് തുറന്നിട്ടിട്ട് ആ വീലിൽ പോയി നെക്കണം. നിൽക്കുമ്പോൾ ഈ വണ്ടി കിടന്ന് കിയോ കിടന്നു. ഇത് ഭയങ്കര പൈസ കൂടിയ വണ്ടി കാരണം എനിക്കിപ്പോൾ ഒരു സ്ഥലം വരെ പോകണം. ഇത് ടൈമില്ല
ഇല്ല. ബൂസ്റ്റർ ഉണ്ടെങ്കിൽ കത്തിച്ച് വിട്ടിരുന്നത് ഞാൻ. ഓ സത്യം. ഡെസ്റ്റിനേഷൻ. ഓക്കെ നമ്മള് ടൈമിൻ്റെ അടുത്ത് നമ്മൾ കയറി. ഇപ്പം 39,000 രൂപയുണ്ട് നമ്മുടെ കയ്യിൽ. ലൈറ്റ് കത്തിക്കാൻ. സൈഡ് വഴി എടുക്കാനാ ഈ വഴി കൂടെ നമ്മൾ വലിച്ചെടുക്കണം. ഓ സ്ട്രെയിറ്റ് എടുക്കാനാ. നമുക്കൊരു ഒരു കൊയിലും കിട്ടി. എന്തായാലും കിട്ടുന്നുണ്ട്. 10 കൊയില് 10. ATM അത് ATM റോബിങ്ങാണ്. മാസിക വേറ അപ്പൊ പണ്ടാലും നമ്മൾ വണ്ടിയായിട്ട് അറ്റാച്ച് ചെയ്യണം. ടൈം കേട്ടോ, ടൈമെന്ന് പറയുന്നതാണ്. നമ്മളൊരു ATM വഴി പോകണമെന്ന്. നമ്മൾ ഈ ട്രെയിലറിന് ഇതുമായിട്ട് ഡെസ്റ്റിനേഷൻ നമുക്കറിയത്തില്ല ഗൈസ്. അത് ബെസ്റ്റ് ഐറ്റമല്ലേ, ബെസ്റ്റ് പോളിസി. ഗോ ടു ഡെസ്റ്റിനേഷൻ പറഞ്ഞത്, പക്ഷെ ഡെസ്റ്റിനേഷൻ എനിക്കറിയത്തില്ല. ഇതിങ്ങനെ ഓക്കെ എന്തായാലും നമുക്ക് പറ്റുന്ന പോലെയൊക്കെ പോകണ്ട. പിന്നെ ഞാൻ പണിയാ ഗൈസ്. അയ്യോ പൊട്ടി എല്ലാം പൊട്ടി നമ്മൾ ചത്തി. ഓക്കെ ഇത് ടൈം എന്ന് പറഞ്ഞ സാധനമില്ല. ഓക്കെ ഗൈസ്, എന്തായാലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും എടുത്ത് പണ്ടടുത്ത് വെക്കുമ്പോൾ ഒരു കീക്കി സൗണ്ടൊന്നുമില്ല. സൗണ്ടുണ്ടെന്നല്ല, ഇരുട്ട് രാത്രിയല്ലേ. ഭയങ്കര ഹാർഡാട്ടോ. 22,000 രൂപ കാര്യം കൊടുത്തപ്പോൾ ഞാൻ അങ്ങനെ 22,000 അങ്ങനെ 63,000 ഇനി 2 ലക്ഷം എന്ന് വെച്ചാൽ കുറച്ച് പണി വന്നാലും നമുക്ക് എന്തെങ്കിലും കഷ്ടപ്പെട്ടേ പറ്റും. എല്ലാവരും എന്ത് പറയണേ ഗൈസ്. ഓക്കെ
ഇനി നമ്മൾ ഇത് പണ്ടാരത്തിൽ കയറുമെന്ന് എനിക്ക് പോലും അറിയത്തില്ല. ദാറ്റ്സ് ദ പോയിന്റ്. ഇത് ഈ അമ്മനെ ഇവ ഗൈസ് ഓക്കെ. നമ്മൾ ഇവിടെ എല്ലാം നിർത്തണ്ട ഗൈസ്. ആക്ച്വലി നമുക്കാണെങ്കിൽ ബാക്കിലോട്ടാണ് ഗൈസ് പോകണ്ടേ. ഓക്കെ ഗൈസ്, എന്തായാലും നമ്മളൊന്ന് ബാത്റൂമിൽ പോയി ഇരിക്കുമായിരുന്നു. അതാണ് ഞാൻ മൈക്ക് ഓഫ് ആക്കിയിട്ടത്. ഓക്കെ ഗൈസ്, എന്തായാലും നമുക്ക് മുളച്ച വണ്ടി എടുക്കാം. എന്തൊക്കെയാണോ പറയുന്നത്? 200 ആദ്യരാത്രിക്ക് വണ്ടി കത്തിച്ചിട്ട് പോലീസ് പിടിക്കാനായിട്ട് അല്ല പിന്നെ. അയ്യോ നമ്മൾ കലാൻ പോയിട്ട് പോകട്ടെ. നമ്മളിവിടെ ഷൂട്ടിങ് റേഞ്ചാ. ഇവിടെ ഒരു മിലിറ്ററി വലിയ സാധനം ഉണ്ടല്ലോ, ഇവിടെയാണ് കയറേണ്ടത്. വണ്ടി കിടന്നു. ഓക്കെ, ഇതേ ഹാൻഡിലെത്തൊരു സാധനം വന്നോ. ഇതുണ്ടോ? നമുക്ക് പല സാധനം കിടക്കുന്നു. ഇത് ചെയ്തിട്ട് എന്തോ പണി. ഇത് നമ്മൾ പറയുന്ന പോലെയല്ല, നല്ല പാടാ. ലാസ്റ്റ് നമുക്ക് 27,000 രൂപ. അയ്യോ, നമ്മളിവിടെ ജസ്റ്റ് ഈ സിമ്പിൾ പരിപാടിക്ക് 27,000 രൂപ. അങ്ങനെ പരിപാടിക്ക് ഞാൻ കുറേ ചെയ്യുന്നുണ്ട്. നമുക്കതായാലും ഇനി നമുക്ക് ചെയ്യേണ്ട എന്തുവാ, നമുക്കൊരു ഐഡിയ കിട്ടുന്നില്ല. ഐഡിയ ഇല്ല. നമ്മള് ലൈറ്റ് കത്തിക്കുന്നുണ്ട്, ലൈറ്റ് പോലും കാണുന്നില്ല. ഇതിൻ്റെ ഹൊറൈസോണ്ടൽ വ്യൂ ക്യാമറ ആയത് കാരണം മര്യാദയ്ക്ക് മനുഷ്യനൊന്നും കാണാൻ പറ്റുന്നില്ല. ദാറ്റ്സ് ദ പ്രോബ്ലം. എന്ത് ചെയ്യാനാ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ. ഇപ്പൊ ഇത് ഞാൻ എങ്ങനെ വായിക്കാം? 90,000. 90,000 രൂപയായി. ഇവിടെയും മാഫിയ കാർഗോ ഡെലിവറിയോ 5,000 രൂപയാണ്. പക്ഷെ നമുക്കതൊന്നും പ്രശ്നമല്ല കഴിച്ച്. നമ്മൾ നല്ല മണ്ടാരം എടുത്തോണ്ട് പോകും. അതെ, അത്രേ ഉള്ളൂ. ട്രങ്ക് ഫുള്ളാണ്. അല്ലല്ല, സ്റ്റോപ്പ്. ഓക്കെ ഗൈസ്, എന്തായാലും 3 മിനിറ്റ്. താങ്ക് യു. ആദ്യമായിട്ട് 3 മിനിറ്റ് ഞാൻ എന്തോ ഉണ്ടാക്കാനാണെന്ന് എനിക്ക് പോലും അറിയത്തില്ല. പക്ഷെ ഏതാണ്ട് ഒരു ഡെസ്റ്റിനേഷൻ കാണിച്ചിട്ട് ഈ 3 മിനിറ്റ് എന്തിനാ? ഈ 3 മിനിറ്റ് ലോങ്ങാണീ. അയ്യോ, അങ്ങനെയൊന്നും തരല്ലേ എനിക്ക്. ഇത് ഏതാണ് ജില്ല തന്നെ? ആക്ച്വലി എനിക്ക് മര്യാദയ്ക്ക് പോയി ഗെയിമൊന്നും അറിയത്തില്ല. ഞാൻ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. സ്റ്റാർട്ടറാ. അയ്യോ, എന്നെക്കൊണ്ട് എന്ത് ഗൈസ് പട്ടിപ്പണി എടുപ്പിക്കുന്ന. ഓക്കെ, എന്തായാലും ഇവിടെ ഒരു ഡാം വഴിയുണ്ട്. പക്ഷെ വേണ്ട, അവിടെ കൂടെ പോയാൽ ഇങ്ങനെ മാഫിയകളൊന്ന് കൂട്ടണം. പക്ഷേ നമുക്ക് ആദ്യം മറ്റേ വണ്ടി എടുക്കണം മതി. മാഫിയകളും കൂട്ടണം. പിന്നെ ആകെ 1 മിനിറ്റേ ഉള്ളൂ. പക്ഷെ നമ്മൾ എന്തായാലും ഡെസ്റ്റിനേഷനിൽ എത്തി.
നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഭണ്ഡാരം കിട്ടുന്നുണ്ട്. പതിനൊന്നാണ് എന്താ ബ്ലൂ പ്രിന്റ് എന്താ അങ്ങനെ എന്താണ്ട് ഭണ്ഡാരം കിട്ടിയെന്നുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് എന്തായാലും ഇനി പെട്ട് ഞാൻ ചത്ത് കേട്ടോ. ഞാൻ ചത്ത് എന്തെങ്കിലും ഐഡിയ നോക്ക് എനിക്ക് വരാണ്ട് കയ്യിൽ കൊടുക്കാൻ ടൈമില്ല. ഈ വണ്ടിയാണെങ്കിൽ സ്ട്രെയിറ്റ് പിടിച്ചോ. എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല സാറേ. പൈസ മോശം ചുമ്മാ തട്ടിപ്പ് പരിപാടി. ഒരു സേഫ് പ്ലേസ് എത്തി. ഞാൻ പേടിച്ചേട്ടാ. സേഫായി ഞാൻ ഏകദേശം. ഭാഗ്യം ഞാൻ എങ്ങനെയാണ്ടൊക്കെ സേഫായി. എനിക്കിപ്പോൾ 10,000 രൂപ പേ ഉണ്ടായിരുന്നു. ഞാൻ പൈസ ഉണ്ടാക്കി എല്ലാം പോയത്. നോക്കിടി കുറഞ്ഞ പൈസക്കൊക്കെ വണ്ടി ഉണ്ട്. എന്നാലും നമ്മൾ ചെയ്യാത്തേ. നമുക്കിത് ചെയ്യണമെങ്കിൽ 4000 രൂപ കൊണ്ട് ചാലഞ്ച് വണ്ടിയുടെ അടുത്ത ഉണ്ടല്ലോ പുറകെ വന്ന് ഇപ്പൊ ഇടിക്കും. പന്നി അടുത്തൊന്നും ഉണ്ടല്ലോ. 2 പോലീസ് വിടുവാണെങ്കിൽ ചുമ്മാ ആട് പണിയാണ് കളിക്കുന്നു. നമ്മള് റീസ്റ്റാർട്ട് ആക്കി. ഇത് 2 പോലീസിനൊക്കെ ഇട്ട് വല്ലാതെ പണിയാണ്. മനുഷ്യനൊന്ന് മൊണ്ണയാക്കണം. ആകെ 2 മിനിറ്റ് ലെഫ്റ്റ്. ഇവിടെ നമ്മളെ അടുത്ത് തന്നെ ഉണ്ട്. ഈ 2 പോലീസിനെ വിടുന്നയാ വൃത്തികെട്ട പരിപാടി. അതായത് 2 പോലീസിനെ വെച്ച് വിട്ടിട്ട് കാര്യമില്ല. ഉണ്ടാക്കല് നമുക്കെന്തെങ്കിലും ജോലി വരുവാണെങ്കിൽ നമ്മൾ വേണമെങ്കിൽ സ്ഥലത്തെത്തി മോനെ എന്താ ഗൈസ് ഇതൊക്കെയല്ലേ പരിചയ. ചുമ്മാ 2 പോലീസിനെ വിടുന്നു. നമ്മളൊക്കെ ഉണ്ട് മോണ്ണ. എന്നാലും നമുക്ക് വേറെ എന്തെങ്കിലും ഡെയിലി ചലഞ്ച് നല്ല പൈസ കിട്ടുമല്ലോ. ഇനി ഡെയിലി ചലഞ്ച് ലഭിക്കാം. ഇപ്പം തന്നെ കുറേ പണി ചെയ്തപ്പോൾ എൻ്റെ വണ്ടിയുടെ കോലം കണ്ട. ഇതാണ് അമ്പനി വൈബ്. അത്രേ ഉള്ളൂ. നമുക്ക് വാഷ് ചെയ്താലൊന്നും വണ്ടി ആവത്തില്ല. അത് പറഞ്ഞിട്ട് എന്നാലും എന്തെങ്കിലുമൊക്കെ കാണിച്ചു നോക്കണം. വണ്ടിനകത്തൊരു കോപ്പുമില്ല. അതാണ് ഏറ്റവും മെയിൻ കാര്യം. വണ്ടിനകത്തൊരു കോപ്പുമില്ല. 1 ലക്ഷമായി. 1 ലക്ഷമായി. 1 ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ ഇട്ടുന്നുണ്ട്. അത് ഞാൻ കണ്ടത് പോലീസ് തന്നെയാണോ എന്നൊരു സംശയമുണ്ട്. പറ്റി ഇത് പോലീസ് തന്നെയാണോ? ചെറിയൊരു സംശയം.
ഒരുപാട് സംശയം നിൽക്കുന്നത് പോലീസ് തന്നെയാണ്. അയ്യോ 684 രൂപ ചിന്തിക്കുന്ന കസ്റ്റമറിനെ കോപ്പാ എന്തുവാടാ ഇത്? 650 സമ്മതിച്ച് നല്ല അടിപൊളി പരിപാടി. കയറി പിക്കപ്പ് കസ്റ്റമർസ് കയറി അടിച്ച് കയറി വാ വണ്ടി എടുക്കും. ബ്രോ ഞാൻ വണ്ടിയായിട്ട് എനിക്ക് എന്തിന്റെ ചൊറിച്ചില്ല, വെറുതെ പോയി പോലീസിൽ തട്ടി ഓടി കേറാനൊക്കെ അതും ഇല്ല സ്ഥലം. വെറുതെ പോയൊക്കെ തട്ടുന്ന അവസ്ഥ. പെട്ടെന്ന് വണ്ടി എടുത്തൊക്കെ ഇങ്ങനെ നിന്നപ്പോ ആരെങ്കിലും പ്രതീക്ഷിക്കണം വന്ന് നിൽക്കുന്നുണ്ട്. മറ്റേ പോലീസ് സ്റ്റേഷൻ അടുത്ത് ചത്ത് മേന് ഗൈസ്. എന്തായാലും മെനിയ നെക്കി ഏത് വൈബ് നമ്മള് ഓക്കെ നമ്മള് പോലീസിനെ കളഞ്ഞ് പൈസ സേവ് ചെയ്തു. നമുക്ക് ഇങ്ങനെ പൈസ സേവ് ചെയ്ത് കാര്യം എന്നെയും പരിപാടി ചെയ്യണം. അത് കാരണം ഗൈസ് നമ്മൾ വീണ്ടും ഇനി എന്തെങ്കിലും ചെയ്ത് പറ്റും. 2000 രൂപയോ? പിന്നെ ഞാൻ ഇത് നെറ്റിപ്പിടിച്ചെടുക്കണം. ഇത് ഈ സാധനം പേടിക്കുന്നു. പ്രശ്നമില്ലാതെ തന്നെയാണ് നമ്മൾ പോകുന്നത്. പറ്റുന്ന പോലൊക്കെ പോകാൻ പറ്റത്തുള്ളൂ. അല്ല പിന്നെ എനിക്കൊക്കെ വയ്യ ചുമ്മാ ഇടിച്ച് കുത്തിയാ. ഇവിടെ ഇങ്ങനെ വളവൊക്കെ വരുമോ? അയ്യോ തൂക്കിയല്ലോ നാദാ. ഓക്കെ ഇനി നമ്മൾ താങ്ക് യു. അങ്ങനെ 1,13,000 ഇനി 21 കൂടെ എനിക്ക് നോക്കിയോ ശരിക്കും റേസ് അല്ല. പിന്നെ നമ്മൾ എങ്ങനെയാണ് എന്തുവാടാ വണ്ടി വളച്ചെടുത്ത പോലീസ് വളച്ചെടുത്തേന് പിടിക്കാൻ വരുന്നു. ഓക്കെ നമ്മളങ്ങനെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. ഓക്കെ വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. സംഭവിച്ചല്ലേ നല്ലതായിരുന്നു. ഇത് ലംബോർഗിനി നമുക്ക് അഫോർഡബിൾ ആയത്. ഇതല്ല ബിഗ് ഹാരി ഇത് 2000 112. ഇതാണെങ്കിൽ 123. ഇത് 112. നമ്മളങ്ങനെ പുതിയ വണ്ടി വാങ്ങിച്ചു. ഇത്രോള് ഗൈസ് ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റിയ വണ്ടി. നല്ല അടിപൊളി വണ്ടി. എടാ ഡ്രിഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. എത്രയാ സ്പീഡ് ലിമിറ്റ് നോക്കാം.
ആ സ്പീഡ് ലെവൽ കൂടുതലില്ല. അത് നോക്കട്ടെ. ഇന്നലെ ഫുൾ അടിപൊളി കേട്ടോ, ഫുൾ അടിപൊളി ക്ലാസ്സൊക്കെ അടിപൊളി. ഗൈസ് അങ്ങനെ നമ്മൾ ചെയ്തെടുത്തു. ഇത്രയുള്ള ഗൈസ് നമ്മൾ കാര്യം പറഞ്ഞാൽ ചെയ്തെടുക്കും. സ്പീഡ് എത്ര സ്പീഡിലാണ് കാര്യമില്ല. വെക്കൻ്റെ കയറി 100 ഇതോട് നല്ല വണ്ടി. ഇപ്പം ഇത്രയുള്ളായിരുന്നു നമ്മുടെ അപ്പോൾ ഈ വീഡിയോ. നമ്മളങ്ങനെ നമ്മുടെ വണ്ടി എടുത്തു. ബട്ട് എനിക്ക് ഈ കളർ ഇഷ്ടമല്ല. അത് കാരണം എന്തായാലും വണ്ടി വളച്ച് കുറേ നേരം എടുക്കും. വണ്ടി ഇങ്ങനെ വണ്ടിയാണ് ഗൈസ്, വളച്ച് കുത്തമ്മിനാറ് പോലെ എടുത്ത് വണ്ടിയല്ല സെറ്റ് വണ്ടി. കൊച്ചു വെള്ളം എനിക്ക് വണ്ടിയൊന്നും വിറ്റാണ്. എനിക്ക് ഭ്രാന്ത് ഇറങ്ങി നമുക്ക് നല്ല വണ്ടി കഴിഞ്ഞപ്പോൾ കാർ സെയിൽ ചെയ്യാൻ പറ്റും. ബയ്യ ന്യൂ ഗാരേജ് അങ്ങനെ പറഞ്ഞ പോലെ ഗ്യാരേജ് ഫുള്ളായി. നമുക്കിനി ഒരു വണ്ടി ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കാം. ഗ്യാരേജ് ഫുള്ളായില്ലെങ്കിൽ നമ്മൾ വണ്ടി വാങ്ങിച്ചിരുന്നത്. നമുക്ക് ഈ വണ്ടി കംപ്ലീറ്റ് ദ സിറ്റി റാലി. ഓക്കെ, എന്തായാലും ഈ വണ്ടി എനിക്ക് നല്ല വണ്ടി കേട്ടോ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ക്ലാസിക് മോഡൽ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പുതിയ വണ്ടിയാ, പൊട്ടിക്കണല്ലാത്തതിന് കേട്ടത്. വണ്ടി 300 നല്ല സ്മൂത്ത്. അതിൻ്റെ ഒരു ഇതുണ്ട്, കണ്ട ഒരു ട്രക്കിൻ്റെ അത്ര ഒരു ഇതുണ്ട്, വൈബുണ്ട്. അപ്പം ഗൈസ് ഇതുണ്ട്. ട്രക്കിൻ്റെ വൈബ് തന്നെ ഉണ്ടല്ലോ. ഇങ്ങോട്ടാ പോകുന്നത് നമുക്ക് റേഡിയില്ല. കൂടുതൽ സ്പീഡ് ഹാനികരം പറഞ്ഞല്ലോ. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ ഗ്യാരേജ് എവിടെയാ, നമ്മുടെ വീട് ഇവിടെയാ. നമുക്ക് പക്ഷേ മോഡിഫൈ ചെയ്യണം. അതിന് നമ്മൾ ഇവിടെ നിന്ന് കറക്കി ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ നിന്ന് വണ്ടീൻ്റെ സ്പീഡ് കുറവാ, ചെറിയ പ്രശ്നമാണ്. വണ്ടി ഭയങ്കര സ്പീഡ് കുറവാ, അതിൻ്റെ അത്ര ഒരു സ്പീഡുണ്ട്. വണ്ടിക്ക് വീലൊന്നും പറഞ്ഞില്ല. നമ്മൾ വേറെ സ്ട്രെയിറ്റാണ് പോകുന്നത്. പാർക്കിൻ്റെ അവിടെ വെച്ചാൽ നമുക്ക് നിർത്തണം. ഇവിടെ 2 സർവീസ് ഉണ്ട് കേട്ടോ. ഇത്രയുണ്ട്. നമുക്കിപ്പോൾ വണ്ടി വാങ്ങിച്ചു. പാർക്കിൻ്റെ അവിടെ വെച്ചാൽ നിർത്തണ്ട. ചെറിയ വലിയ വണ്ടി പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. അങ്ങനെ മാസ് ലെവൽ നമ്മൾ പെയിന്റ് മാറണമെങ്കിൽ ഈ വഴിയാണ് കേട്ടോ. പെയിന്റ് ഷോപ്പ് ഇതാണല്ലേ.
ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ വണ്ടി. വണ്ടി തീരുമാനിക്കണം. 25,000 വണ്ടിനെക്കാട്ടിലും കൂടുതൽ. റോമൻ അപ്ലൈ അടിച്ച് അപ്പോൾ ഗൈസ് ഇത്ര ഉള്ളായിരുന്നു അപ്പോൾ നമ്മുടെ പരിപാടി. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് കാണാം. അപ്പം ശരി, ആൻഡ് ഗുഡ് ബൈ. ആൻഡ് എല്ലാവരും ഞാൻ പറയുന്നില്ല, അതായത് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് എന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മളിനി റോഡ് ടു 1K അത്രേ ഉള്ളൂ. അപ്പം എല്ലാവരും സഹായിക്കണം. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പീസ് ഔട്ട്.